പരിശുദ്ധമായ സൂറത്തുൽ മസ്ദ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഹക്കിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിന്റെ പേരിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. എന്നാലും ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് എന്ന വലിയ ഒരു പാഠമാണ് അബൂ ലഹബിലൂടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തീങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. സത്യം എപ്പോഴും കൈപ്പുള്ളതാണ്. സത്യം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കൈപ്പുള്ളൂ. നേരെ പറഞ്ഞാൽ അതിന് നമുക്ക് ശത്രുക്കൾ കൂടും. സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിന് എതിർപ്പുകൾ ഉണ്ടാവും. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം തൊട്ട് തന്നെ തുടങ്ങിയതാണ്. അമ്പിയാക്കൾ ശത്രുക്കളില്ലാത്ത അമ്പിയാക്കളാരാണ്? ശത്രുക്കളില്ലാത്ത അമ്പിയാക്കളാരാണ്? അമ്പിയാക്കൾ നല്ല സൽസ്വഭാവികളാണ്. എന്നിട്ട് പോലും അവർക്ക് ധാരാളം ശത്രുക്കൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള വ്യക്തിത്വം ലോകത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുമില്ല. എന്നാലും ഹബീബായ തങ്ങൾക്ക് എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു. എന്തിനു പേരിലാണ്? ദീന് പറഞ്ഞതിന്റെ പേര്, സത്യം പഠിപ്പിച്ചതിന്റെ പേര്, സത്യം പ്രചരിപ്പിച്ചതിന്റെ പേര്, സത്യം ഉപദേശിച്ചതിന്റെ പേര്. അതുപോലെയാണ് ഇക്കാലത്ത് ജീവിക്കുന്ന ഞങ്ങളും സത്യത്തിന് വേണ്ടി. ഇപ്പോ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, കല്യാണത്തിന്റെ ആ ദിവസം നടക്കുന്ന, നമ്മുടെ വീടുകളിൽ നടക്കുന്ന ധൂർത്തുകൾ, അനാചാരങ്ങൾ, അതിനെതിരായി ഒരു വീടിന്റെ ഉടമ തന്നെ പ്രതികരിച്ചാൽ എന്തായിരിക്കും? അയാൾ ഒറ്റപ്പെടും. പെണ്ണിന്റെ ഉപ്പായിനെതിരായി ശബ്ദിച്ചാലോ ഒറ്റപ്പെടും. സപ്പോർട്ടിന് ആൾ കിട്ടൂല. നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും. എന്നാലും പ്രശ്നമല്ല, ദീനാണ്. എത്രയോ ഞാൻ എന്റെ അടുക്കൽ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു പരിപാടി നടന്നപ്പോ ആ പെണ്ണിന്റെ കാക്ക അതിൽ ഭയങ്കര ശക്തമായിട്ട് എതിരെ ശബ്ദിച്ചു. ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു, പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ ഇന്നത്തെ യഹൂദികളുടെയോ നസാറാക്കളുടെയോ ഒരു ആചാരങ്ങളും കൊണ്ടുവരരുത്. കമറെ കൊണ്ടുവരാം, കൊണ്ടുവരി ബാഗിലിട്ട് കൊടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി കൊടുക്കിയത്. ബാഗിലിട്ട് കൊണ്ടുവരും. അതിന് പെണ്ണിനെ നിങ്ങൾക്ക് പെണ്ണിന് ചോക്ലേറ്റ് തിന്നിക്കണോ എന്നുള്ള ആ ഇത് തിന്നിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് കാണാത്ത ആളുകളാണ്. എന്നിട്ട് ഭയങ്കര ഉഷാറായിട്ട് 2 ലക്ഷം രൂപന്റെ ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തിനും അവർക്ക് വന്നവർക്കൊക്കെ. അതിൽ ഓരോരുത്തരും അപ്പൊ നമ്മളവർക്ക് മുസ്ലിങ്ങൾക്ക് തീരെ ഒരു ടൈമിംഗ് ഇല്ലാത്ത ഒരു സമ്മാനം. നിൽക്കാണെങ്കിലും ഏത് ചടങ്ങാണ്, ഭക്ഷണം കഴിക്കുന്ന അച്ഛനൊക്കെ 5 മണിക്കാണ്. ആ വരുന്ന ആളെ കാണിച്ചിട്ട് പാവം ഈ സുഖവും പിന്നെ പ്രസരമുള്ള ആളുകൾക്ക് ഭക്ഷണം 5 മണിക്കാൻ മുമ്പ് കൊടുക്കൂല. അവർ പറ്റേന്ന് പറഞ്ഞിട്ടാണ്. എത്ര ആളുകൾ, എന്തെല്ലാം ആവശ്യക്കാർ, അവരുടെ ആവശ്യങ്ങളൊക്കെയും സുബ്ഹാന ജല്ല ജലാലുഹു ഒഴിവാക്കണം. എത്ര ആളുകളുടെ ജമാഅത്ത് നഷ്ടപ്പെടുന്നു ഇതിന്റെ പേര്. കൃത്യമായി പള്ളിയിൽ 5 വക്ത് ജമാഅത്തായി പങ്കെടുത്തിരുന്ന ആളുകൾ ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ച് എന്നിട്ട് ആ സമയത്തിൽ അത് നടത്താത്തതിൽ കൊണ്ട് എത്ര ജമാഅത്തുകൾ നഷ്ടപ്പെടുന്നു. എത്ര ആളുകളുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ 5 മണിക്ക് അടുത്ത് വരാം, എന്നിട്ടോ അയാളുടെ കാത്തുണ്ടാവും, എന്നെ 5 മണി ഇവിടെ ആയില്ല, പറഞ്ഞ പദ്ധതി നടന്നിട്ടില്ല. ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആളുകളൊക്കെയും വന്നു. നമ്മളെ നാട് പ്രശ്നമല്ല, നമ്മുടെ കുടുംബത്തിന് നാട്ടുകാരൊക്കെയും ആദ്യം തന്നെ സമയത്തിന് ഭക്ഷണം കൊടുത്തു. ഓർമ്മ വീടിനേക്ക് എടുത്തോ. അങ്ങനെ ഒരു വരാൻ നേരായിട്ട് വന്നിട്ട് എങ്ങനെ വരുന്നതാണ് നേരം പറഞ്ഞ പോലെ കുറെ ചോക്ലേറ്റും കാര്യങ്ങളും വന്നതോടുകൂടി പെണ്ണിന്റെ കാക്കയ്ക്ക് പറഞ്ഞ് ചെയ്ത കാര്യം തരുമോ? നേരെ പുരക്ക് പോയി ഡോറടച്ച് നേരെ പോയി കൊടുത്തു. നിങ്ങൾക്ക് തരാനുള്ള പെണ്ണ് ഈ വീട്ടിലില്ല, പോയി കൊടുക്കും. നിങ്ങൾ ഞമ്മളെ കൊണ്ട് പറയാൻ തലകെട്ട് കിട്ടിയ മഹിളമാരുണ്ട്, ഞമ്മളെ നോക്കി ബാക്കി. നമുക്ക് ദീന് പറയാനും പറ്റാത്തൊരു അവസ്ഥയാണ്. പറഞ്ഞാലുണ്ടാവും പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും അതുപോലെ എതിർപ്പുകളൊക്കെ ഉണ്ടാവും. ഒറ്റ വാക്കാണ്, നിങ്ങൾക്ക് തരാനുള്ള യഹൂദികൾക്കും നസാറാക്കൾക്കും തരാനുള്ള പെണ്ണ് ഈ വീട്ടിലില്ല, പോയിക്കൊള്ളിനാണ്. വന്നവർക്ക് അന്നം വിട്ടു, ഭക്ഷണം തന്നെ റെഡിയാണ്. എന്നിട്ട് പറഞ്ഞ് സൗഹൃദമായി വന്ന് നിങ്ങൾക്ക് ദൂരെ നിന്ന് മടിക്കേണ്ട വന്നതാണ്, മടിക്കേണ്ട പറ്റും. അപ്പോ ദൂരെ നിന്ന് വന്നതല്ലേ, ഭക്ഷണം നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചോളി, ഇങ്ങനെ തീർപ്പൊന്നില്ല, ഭക്ഷണം കഴിച്ചോളി, പക്ഷെ പെണ്ണില്ല. അങ്ങനെ പോയി അവസാനം നിർവാഹകാലം പോയി. പെണ്ണിന് വേറെ സെറ്റായി കല്യാണം കഴിഞ്ഞാൽ എന്തില്ല. എന്നാലും ഇന്നും കുടുംബം തെറ്റിയിട്ടാണ്. പെണ്ണിന്റെ സ്വന്തം ഉമ്മ ആങ്ങളയോട് സംസാരിക്കുന്നില്ല, ആങ്ങളയോട് തെറ്റിയിട്ടുള്ളതാണ്. സ്വന്തം ഉമ്മാക്ക് പോലും മോനോട് ഇപ്പൊ ഭയങ്കര റാത്ത് കുറവാണ്. ആരോട്? ഈ എതിർത്ത മോനോട് സ്വന്തം ഉമ്മാക്ക്. കാരണം എന്താ? അത് ചടങ്ങിൽ വെച്ച് അത് ചെയ്തത് ശരിയായില്ല. ദീനാണ്, പറഞ്ഞത് ദീനാണ്, ശരിയല്ലേ? യഹൂദികളുടെ അതുപോലെ നസ്വാറാക്കൾ കൊണ്ടുവന്ന ആചാരങ്ങളാണ്. അതിനെ എതിർത്തപ്പോൾ അതിന്റെ പേരിൽ കുടുംബങ്ങൾ പരസ്പരം തെറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്. എതിർപ്പുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാവും? എപ്പോ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, സത്യത്തിന് വേണ്ടി ഉപദേശങ്ങൾ പറയുമ്പോ സാധാരണമായി
എതിർപ്പുകളും ശത്രുതയും അതിന്റെ പേരിലുള്ള പല പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആര് പഠിപ്പിച്ചു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പോലെ നേരിട്ട എതിർപ്പുകൾ നേരിട്ടവരാര സ്വന്തം നാട് വിടേണ്ടി വന്നില്ലേ? സ്വന്തം കുടുംബങ്ങൾ ഒഴിവാക്കേണ്ടി വന്നില്ലേ? സ്വന്തം സമ്പാദ്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയൊക്കെയും മദീനയുടെ ഏറ്റവും വലിയ പണക്കാരനാണ്. എന്നിട്ടോ ഹബീബായ തങ്ങൾ ഹിജറ പോകുന്ന രാത്രിയിൽ ഒന്നുമില്ലാതെ ശൂന്യനായ രൂപത്തിൽ ഇട്ട വസ്ത്രം കൊണ്ട് മാത്രം മദീന വിട്ട് ഹബീബായ തങ്ങളോടൊപ്പം മക്ക വിട്ട് മദീനയിലേക്ക് നടന്ന മഹാനായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്തിന്റെ പേരിലാണ്? സത്യവാദത്തിന്റെ പേരിൽ. സത്യവാദത്തിന്റെ പേരിൽ അബൂലഹബിനെ പോലെയുള്ള ഒരുപാട് ശത്രുക്കൾ ഇവിടെ ഉദിച്ചു വന്നു. അവർ എതിർത്തു, വേദനിപ്പിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? അവർ അതിനെ സഹിച്ചതാണ്. എത്ര നല്ല ആളാണെങ്കിലും മഹാനായ ജലീലുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബൗദ്ധങ്ങളുടെ റിഫായി ശൈഖ് തങ്ങളുടെ ബൗദ്ധങ്ങളുടെ ഗുരുവാണ്, ശൈഖാണ്. റിഫായി തങ്ങളുടെ ശൈഖാണ് മഹാനായ ജലീലുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പോലും ശത്രുക്കളുടെ എന്തിനു വരുന്നല്ലോ? അദ്ദേഹം ദിക്ർ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കുന്നു എന്നതിന്റെ പേരില്ല. അല്ലാഹ് എപ്പോ നോക്കിയാലും അല്ലാഹ് മശായിഖന്മാരാണ്. ദിക്റുകളെ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റൂട്ടിൽ നിന്നിട്ട് അയാളെ തടുക്കണം എന്ന് അന്നത്തെ ആ നാട്ടുകാർ ചിന്തിച്ചു. രാജാവിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് പറഞ്ഞു, ഇയാളെ ചെല്ലുന്ന ദിക്ർ കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇയാള് ആ റൂട്ടിൽ നിന്നൊന്ന് തിരിക്കണോ? രാജാവ് എന്ത് ചെയ്തു? രാജാവിന് വേണ്ടി സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയ വലിയ ഒരു സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണിനെ നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വിവാദത്തിരിക്കുന്ന ആ പെണ്ണിലേക്ക് അയച്ചു. വിചരിക്കാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഹലാലായ രൂപത്തിൽ ഈ പെണ്ണ് പോയിട്ട് പറഞ്ഞത്, ജുനൈദ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം, ഹലാലായ രൂപത്തിലുള്ള നിക്കാഹ് നിങ്ങൾ കഴിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പറഞ്ഞു. പക്ഷേ ജുനൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവായിട്ട് കഴിച്ച ആ ഒരു ദിക്റില്ല. അവസാനമായി ആ ദിക്റിന്റെ അവസ്ഥയിൽ നിന്ന് ഒരല്പം പറഞ്ഞപ്പോ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു ആ സഹോദരിയുടെ ശബ്ദം കേട്ടപ്പോ കണ്ണു തുറന്നു പോയി. സുബ്ഹാനല്ലാഹ്. കണ്ടതൊരു അന്യപെണ്ണിനെയാണ്. അപ്പോൾ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വലിയ ബേജാറാണ്. ഒറ്റ കൈയും കണ്ണും മുഖം ആകാശത്തിലേക്ക് ഉയർത്തി. നമ്മുടെ ദുആഇന്റെ ഖിബ്ലത്ത് ആകാശമാണ്. നമുക്ക് നിസ്കാരത്തിനൊരു ഖിബ്ലത്ത് അല്ലെ? നിസ്കാരത്തിനൊരു ഖിബ്ലത്ത്, പക്ഷെ ദുആക്കൊരു ഖിബ്ലത്ത്. ദുആന്റെ ഖിബ്ലത്ത് ആകാശമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉയർത്ത് ദുആക്കുമ്പോൾ ഓളിലേക്ക് ഇങ്ങനെ നോക്കി. ഓൾ അന്നുള്ളതുകൊണ്ടല്ല, തിരിയുമ്പോ ഖിബ്ലത്തിന്റെ അടുത്ത് അന്നുള്ളതുകൊണ്ടല്ല, ഇത് കാബയിലേക്ക് തിരിയണമെന്നും അല്ലാഹു കൽപ്പനയാണ്. അല്ലാഹു എവിടെയുണ്ട്? അതുപോലെ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു കയ്യും കണ്ണും ഒന്ന് മുകളിലേക്ക് ഉയർത്തിയതേ ഉള്ളൂ. ആ പെണ്ണ് മരിച്ചുപോയി. രാജാവ് ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുത്ത് വന്നു. പദവി ചോദിച്ചു, അല്ല ജുനൈദ്, എന്ത് പണിയാണ് ചെയ്തത്? നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? നിങ്ങൾക്ക് ഈ പാവപ്പെട്ട പെണ്ണിനോട് കാണിക്കാനുള്ള ഒരു റഹ്മത്ത് പോലും നിങ്ങളുടെ കൽബിൽ ഇല്ലാതെയായി പോയോ ജുനൈദ്? ഇങ്ങനെ കയ്യും കണ്ണും ഉയർത്തിയത് കൊണ്ടല്ലേ ഈ പെണ്ണ് മരിച്ചുപോയി, അത് വൈപ്പിച്ചതല്ലേ? അപ്പൊ ആ പെണ്ണിനോട് കാണിക്കേണ്ട ഒരു റഹ്മത്ത് നിങ്ങളുടെ കൽബിൽ ഇല്ലാതെയായി പോയോ? ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, അല്ല രാജാവ്, പാവപ്പെട്ട ഞാനൊരു 40 കൊല്ലായി അള്ളാഹുവിലേക്ക് ഒന്ന് മടങ്ങണം, അള്ളാഹുവിലേക്ക് ഒന്ന് എത്തണം എന്ന ആ ചിന്തയിലൂടെ പടച്ചറപ്പിന്റെ റൂട്ടിൽ തിരിഞ്ഞ പാവപ്പെട്ട ജുനൈദാകുന്ന എന്റെ ആ റൂട്ടിൽ നിന്ന് നിങ്ങൾ മുടക്കാൻ വേണ്ടിയിട്ടല്ലേ വെടിനയച്ചത്? അള്ളാഹുവിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വെടിനയച്ചത്? ആ സമയത്ത് പാവപ്പെട്ട എന്നോട് നിങ്ങൾക്ക് ഒരു റഹ്മത്ത് കാണിച്ചുകൂടായിരുന്നോ? ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചാണല്ലേ എന്റെ വഴിയിൽ നിന്ന് തിരിക്കാൻ വേണ്ടി എന്തിനാ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വെടിനയച്ചത്? ആ സമയത്ത് നിങ്ങൾക്കും എന്നോട് റഹ്മത്ത് കാണിക്കാമായിരുന്നുവല്ലോ എന്ന തിരിച്ചുള്ള ചോദ്യം. എന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രാജാവിനോട് പറഞ്ഞ, രാജാവേ, ജുനൈദാകുന്ന എനിക്കൊരു അമർ പോലും ഇവിടെ ചെയ്യാനുള്ള അധികാരമില്ല. ചെയ്യുന്നവൻ മുഴുവനും അല്ലാഹുവാണ്. ഈ പെണ്ണിനെ മരിപ്പിച്ചത് ഞാനല്ല, അല്ലാഹുവാണ്. അത് അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ സഹായമാണ്. മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഇത് നൽകുന്ന പാഠം നല്ല ആളുകൾക്ക് പോലും ആ റൂട്ടിൽ നിന്ന് തിരിക്കാൻ, അവരുടെ ആ പ്രവർത്തനത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ട് നടന്നിട്ടുണ്ട്, ഇന്നും നടക്കും, ഖിയാമത്ത് നാൾ വരെ അത് നടക്കുകയും തന്നെ ചെയ്യും. അപ്പോ നാം ചെയ്യേണ്ടത് അതിനെ ദീനിനെ മുറുകെ പിടിക്കലാണ്, സത്യം മുറുകെ പിടിക്കുക. നമ്മെ കൊണ്ട് ചെയ്യുന്ന ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ അത് ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് പകർത്തുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല ആ രൂപത്തിലുള്ള അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അറിവും അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഹിമ്മത്തും തഖ്വയും
തഖ്വയും ഇഖ്ലാസും നിയ്യത്തും എല്ലാം അല്ലാഹു നമ്മുടെ ഖൽബിലും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ ഒരുപാട് നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ചെയ്യാറുണ്ടല്ലോ. അവിടെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഹിദ്മത്ത് ചെയ്യുന്നു, മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്നും ഇല്ലെങ്കിൽ പടച്ചവനെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ധാരാളമായി ഞങ്ങൾ പ്രവർത്തിച്ചവരാണുണ്ട്. ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ ഭക്ഷണങ്ങൾ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ ഉമ്മമാർക്കോ കൊടുക്കുമ്പോ അതിനുള്ള പ്രതിഫലമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സ്വർഗമാണെങ്കിൽ പടച്ചവനെ അതൊക്കെയും പ്രവർത്തനങ്ങളാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാഹ്. ഖൈറായ നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സവാബുകളും പ്രതിഫലങ്ങളും അതിന്റെ പകരമായി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ജീവിതകാലം മുഴുവനും പടച്ചവനെ ഹക്ക് സ്വന്തമായി ഉൾക്കൊള്ളാനും ഹക്ക് ജനങ്ങളോട് ഉപദേശിക്കാനും ഹക്ക് സ്വന്തം കുടുംബത്തിന് പഠിപ്പിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്ന ഏതെങ്കിലും അനാചാരങ്ങൾ, നീ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ, അതിന്റെ പേരിൽ സമുദായത്തെ മുഴുവനും നീ പരീക്ഷിക്കണ്ടേ അല്ലാഹ്. നാടിനെ മുഴുവനും നീ വിപത്തിയാക്കണ്ടേ അല്ലാഹ്. ആഫാത്തുകൾ നീ ഇറക്കണ്ടേ അല്ലാഹ്. മുസീബാത്തുകൾ ഇറക്കണ്ടേ അല്ലാഹ്. എത്രയോ നല്ല നല്ല ആളുകൾ ഈ ലോകത്തിന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, എത്രയോ നല്ല നല്ല നീ ഇഷ്ടപ്പെടുന്ന പടച്ചവനെ ആധാറുകൾ ഈ ലോകത്തിലുണ്ടല്ലോ. അതിന് മുഴുവനും നീ നിലനിർത്തണേ അല്ലാഹ്. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹ് ഇസ്ലാമിന്റെ ശിആറുകളെ ചിഹ്നഭിന്നമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പള്ളി നശിപ്പിക്കാൻ, മഹാന്മാരുടെ മതവാകൾ നശിപ്പിക്കാൻ പ്രവർത്തിക്കുമ്പോ ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പടച്ചവനെ നീ പൊരുത്തപ്പെടാത്ത പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, കാഴ്ചകൾ, പല രൂപത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ശത്രുക്കളുടെ ബുദ്ധിമുട്ടിൽ നിന്നിട്ട് നീ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ ശിആറുകളെയും സലാമത്താക്കണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നിട്ട് ബോധമില്ലാതെ അറിവില്ലാതെ പല രൂപത്തിലുള്ള അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് നീ ദീനി ബോധം നൽകണേ അല്ലാഹ്. ദീനി ബോധം നൽകണേ അല്ലാഹുവേ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുക. ചെയ്യുന്ന ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. പലരും സദസ്സിലുള്ളവരിൽ പലരും ഇന്നത്തെ ദിവസവും യാത്ര ഉദ്ദേശിക്കുന്നവരാണ്. യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മനസ്സിന്റെ സമാധാനം നൽകണേ അല്ലാഹ്. കുടുംബത്തിന്റെ ഹിഫ്ള് നൽകണേ അല്ലാഹുവേ. മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ, കഴിഞ്ഞ രാത്രി നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഇച്ചനകൂട് ജമാഅത്തിൽപ്പെട്ട അമീൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ മരിച്ചുപോയി അല്ലാഹ്. അങ്ങനെ എത്ര മരണങ്ങളാ ഞങ്ങൾ ഇഷ്ടപ്പെട്ട എത്ര ആളുകൾ മരിച്ചുപോയി അല്ലാഹ്. 2 ദിവസം മുമ്പ് റുക്സാന എന്ന പേരുള്ള നല്ലൊരു ഉമ്മ മരിച്ചുപോയി. അങ്ങനെ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ യാ അല്ലാഹ്. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ യാ അല്ലാഹ്. അവരെത്ര മരിച്ചെത്ര കാലം കഴിഞ്ഞാലും ഇന്ന് നമ്മുടെ ഖൽബിൽ അവർ ഓർക്കുന്നു അല്ലാഹ്. പടച്ചവനെ ഖിയാമത്ത് നാൾ വരെ അവർ കിടക്കുന്ന ഖബറുകളാകുന്ന ആ മണ്ണറകളെ മണിയറകളാക്കി മാറ്റണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على